ഫലസ്തീനെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മറ്റൊരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. അധിനിവേശം നടത്തി ഇല്ലാതാക്കി കളഞ്ഞ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഒരു സെറ്റിൽമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. പേര് E1 സെറ്റിൽമെൻറ്റ് പ്ലാൻ. പല രാഷ്ട്രങ്ങളും അപലപിച്ച ഇസ്രായേലിൻ്റെ ഈ സെറ്റിൽമെൻറ്റ് പദ്ധതിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇസ്രായേലിൻ്റെ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് വീമ്പിളക്കിയത് ഇതോടെ പലസ്തീൻ രാഷ്ട്രം എന്ന ആശയം തന്നെ കുഴിച്ചു മൂടുന്നുവെന്നാണ്. എന്താണ് ഈ E1 സെറ്റിൽമെൻറ്റ് പ്ലാൻ? ഒരു ഭാവി പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സാധ്യതകളെ തന്നെ ഇല്ലാതാക്കുമെന്ന് ലോകമെമ്പാടുമുള്ള നേതാക്കളും സംഘടനകളും വിമർശിക്കാൻ മാത്രം. എന്താണ് ഇതിൻ്റെ അപകടങ്ങൾ? ആദ്യം E1 സെറ്റിൽമെൻറ്റ് പ്ലാൻ എന്താണെന്ന് നോക്കാം. വെസ്റ്റ് ബാങ്കിനെ നമുക്കൊക്കെ അറിയാം. ഫലസ്തീൻ ഭൂപ്രദേശത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണത്. 1967 സിക്സ് ഡേ വാറിനു ശേഷം ഇസ്രായേൽ അധിനിവേശം നടത്തിയ പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. കിഴക്കൻ ജെറുസലേമിനും നിലവിലുള്ള നിയമവിരുദ്ധ ഇസ്രായേൽ സെറ്റിൽമെൻറ്റിൻ്റെ മാലെ ആദുമീം എന്ന സ്ഥലത്തിനുമിടയിലുള്ള 12,000 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്തെയാണ് E1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാൻ ഇസ്രായേൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ പദ്ധതി മുന്നേ തന്നെ ഇസ്രായേലിൻ്റെ പക്കലുണ്ട്. പക്ഷേ അമേരിക്കയുടെയും യൂറോപ്യൻ സഖ്യകക്ഷികളുടെയും എതിർപ്പിനെ തുടർന്ന് വർഷങ്ങളോളം മാറ്റിവെച്ചിരുന്നതായിരുന്നു ആ പദ്ധതി. ഫലസ്തീനികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് 3400-ലധികം വീടുകൾ ഉൾക്കൊള്ളുന്നതായിരിക്കും ഈ സെറ്റിൽമെൻറ്റ്. E1 പ്രദേശത്ത് 3400-ലധികം പുതിയ ഭവനങ്ങൾ നിർമ്മിക്കുക, വ്യവസായ മേഖലകളും ഹോട്ടലുകളും സ്ഥാപിക്കുക, ഇതൊക്കെയാണ് സെറ്റിൽമെൻറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ പദ്ധതി വിവാദമായിരിക്കുന്നു. കാരണം E1 പ്രദേശം ഫലസ്തീൻ്റെ ഭൂമിശാസ്ത്രപരമായ ഐക്യത്തിന് നിർണായകമായ ഇടമാണ്. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ വെസ്റ്റ് ബാങ്കിൻ്റെ വടക്കൻ തെക്കൻ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. ഇത് ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സാധ്യതയെ തന്നെ കുഴിച്ചു മൂടും. ഇതാണ് വിമർശകർ പറയുന്നത്. ഇപ്പോൾ ഈ ഭൂമി ഫലസ്തീനുകാരുടെ കൈവശമാണുള്ളത്. ഇതും കൂടി കൈക്കലാക്കാനാണ് ഇസ്രായേലിൻ്റെ ശ്രമം. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഉത്തരവ് പ്രകാരം ഇസ്രായേലിൻ്റെ അധിനിവേശം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ സെറ്റിൽമെൻറ്റുകൾ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും ഇസ്രായേലിൻ്റെ ധനകാര്യമന്ത്രി ബെസലേൽ സ്മോട്രിച്ചിൻ്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ മറ്റു പല രാജ്യങ്ങളും തയ്യാറായതാണ്. പലരും പദ്ധതികൾ തയ്യാറാക്കിയതാണ്. ഈ പദ്ധതികൾക്കുള്ള പ്രതികരണമാണ് E1 വികസനം പുനരുജ്ജീവിപ്പിക്കുന്നതെന്ന് സ്മോട്രിച്ച് പറയുന്നു. ഇസ്രായേലിൻ്റെ പ്രതികാരമാണിതെന്നർത്ഥം. എന്നാൽ ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും രൂക്ഷമായ പ്രതികരണം ഇതിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റുകൾ ഈ നീക്കത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് പ്രാദേശിക അസ്ഥിരതയുണ്ടാക്കും. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം എന്നൊരു സാധ്യതയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. ലോകം ഈ പദ്ധതിയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം. അൽ ജസീറയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ E1 സെറ്റിൽമെൻറ്റ് പ്ലാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വ്യാപകമായ എതിർപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആൻ്റോണിയോ ഗുട്ടറസ് ഈ പദ്ധതിയെ അതീവ ഗുരുതരമായ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നതെന്ന് പ്രസ്താവന ഇറക്കി. ഇത് പലസ്തീനികൾക്ക് കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാക്കും, ഒപ്പം ഇസ്രായേലിൻ്റെ അന്താരാഷ്ട്ര നിയമ ബാധ്യതകളെ ലംഘിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണർ വോൾക്കർ ടർക്ക് പറഞ്ഞത് ഈ പദ്ധതി ICJയുടെ ഉത്തരവിനെതിരാണ് എന്നാണ്. ഒപ്പം ഇത് ഫലസ്തീൻ്റെ സ്വയം നിർണയാവകാശത്തെ ഹനിക്കുകയും ചെയ്യുന്നുവെന്നാണ്. ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിൻ്റെ ഓഫീസ് ഈ പദ്ധതിയെ പൂർണ്ണമായ കുറ്റകൃത്യമെന്ന് തന്നെ വിശേഷിപ്പിച്ചു കഴിഞ്ഞു. ഹമാസ് ഈ പദ്ധതിയെ നാസി ഭരണകൂടത്തിൻ്റെ ഭാഗമായി വിശേഷിപ്പിച്ച് ഇത് നിങ്ങളുടെ ബന്ദികളുടെ ജീവന് ഭീഷണിയാകുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മറ്റു മേഖലയിലെ രാഷ്ട്രങ്ങളും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തി. ഈജിപ്ത് ഈ പദ്ധതിയെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമെന്ന് വിമർശിച്ചു. സൗദി അറേബ്യയും ഇസ്രായേലിൻ്റെ വംശനാശ നയങ്ങളെ അപലപിച്ചു. തുർക്കിയും ഖത്തറും ജോർദാനും UAEയും ഇറാനും എല്ലാ രാജ്യങ്ങളും ഈ പദ്ധതിയെ എതിർത്ത് രംഗത്തെത്തി. ഫലസ്തീനികളെ ഭൂമിയിൽ നിന്ന് നിർബന്ധിതമായി ഒഴിപ്പിക്കാനുള്ള ശ്രമമാണിതെന്ന് രാജ്യങ്ങളെല്ലാം ഒന്നുചേർന്ന് ആരോപിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, ഏറ്റവും അപകടകരമായി E1 സെറ്റിൽമെൻറ്റ് പ്ലാൻ എന്ന ഈ പദ്ധതി
ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനവും. ഈ പദ്ധതിയോടെ വെസ്റ്റ് ബാങ്കിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഐക്യം തകർക്കപ്പെടും. ദ്വിരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തിൻ്റെ അന്ത്യമായിരിക്കും ഈ പദ്ധതി. ഈ പദ്ധതി മേഖലയിലെ സ്ഥിരതയെ ബാധിക്കും. ഈജിപ്ത് അടക്കമുള്ള അയൽ രാജ്യങ്ങൾ ഇതിനെ പ്രാദേശിക അസ്ഥിരതയുണ്ടാക്കുന്ന പദ്ധതിയായാണ് കാണുന്നത്. മറ്റൊന്ന്, ഇസ്രായേലിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ ഇത് ദോഷകരമായി ബാധിച്ചേക്കുമെന്നതാണ്. യൂറോപ്യൻ യൂണിയനും ജർമ്മനിയും അടക്കമുള്ളവർ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെട്ടേക്കാം. ഈ വൺ സെറ്റിൽമെൻറ്റ് പ്ലാൻ ഒരു പലസ്തീൻ രാഷ്ട്രമെന്ന സ്വപ്നത്തിന് വെല്ലുവിളിയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അറബ് രാഷ്ട്രങ്ങളും ഫലസ്തീൻ സംഘടനകളുമെല്ലാം ഈ പദ്ധതിയെ എതിർക്കുന്നു. പക്ഷേ ഒരു ശക്തിക്കും അതിജയിക്കാനാവാത്ത വിധം ഫലസ്തീനിലെയും ഗസയിലെയും കൂട്ടക്കുരുതി തുടരവേ കൊന്നും കൊലവിളിച്ചും ഒരുപക്ഷെ ഇസ്രായേൽ ഇതും സാധ്യമാക്കിയേക്കും.